ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് ബാച്ച അല്ലെങ്കിൽ കറായി എന്ന് പറയുക. ഇത് ആടിൻ്റെ കൈയും കാലും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കാൻ പോയത് സൂക്ക് സർക്കിളാണ്. ഫിഷ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന ഭാഗത്ത് അവിടെ ഇതുപോലെ ചില ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആടിൻ്റെ പശുവിൻ്റെ ഒക്കെ എന്ത് പാർട്സ് വേണമെങ്കിലും അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും, കിഡ്നിയും ലിവറും ബ്രെയിനും കാലും കൈയും എല്ലാം വേറെ വേറെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക. പിന്നെ അവരുടെ നമ്പറും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവരെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുക എന്ത് ഐറ്റംസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഇനി ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഇതുപോലെ ഒന്ന് ഗ്യാസിൻ്റെ മേലിട്ട് ഒന്ന് കരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ മേലെ ഒരുപാട് രോമങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കരിച്ചെടുത്ത ശേഷം മാത്രം കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വയറുവേദന ആവും. അപ്പോൾ ഇത് നമ്മൾ കഴുകിയെടുക്കുന്ന മുന്നേ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് ഇത് കൊണ്ടുവന്ന പാട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കരിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ട്. കാരണം അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഇളകിയ ശേഷം ഇതുപോലെ ഒരു കത്തി വെച്ച് ഒന്ന് ചെറുകിയെടുത്ത് കഴുകി കൊടുക്കുക. അപ്പോൾ ഈ രോമം കരിഞ്ഞു പിടിച്ചതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തി സൂപ്പാണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ജാസ്മിൻ്റെ ഫേവറേറ്റ് ആണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ഇത് മുങ്ങി വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കാല് വാങ്ങിയാൽ അവിടെ നിന്ന് തന്നെ അവരോടൊന്ന് പറഞ്ഞാൽ മതി, ഒന്ന് കൊത്തി തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ 2 പീസാക്കിയിട്ട് തരും. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ മജമൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെപ്പോഴും വാങ്ങുമ്പോൾ അത് അങ്ങനെ വാങ്ങിക്കൊണ്ടുവരാതെ ഒന്ന് കൊത്തിച്ച ശേഷം വാങ്ങിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അവർ സെൻറ്റർ ഭാഗത്ത് എല്ലിൻ്റെ ഭാഗത്ത് ഉടച്ച് തരും. അതിന് വേണ്ടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരുപാട് മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. അത്രയും മതിയാവും ഇതിന്. കാരണം ഇതൊരു സൂപ്പ് പോലെയുള്ളത്, കറി പോലെയല്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം ഉലുവ നമ്മൾ കുറച്ച് കഴിഞ്ഞാലൊന്ന് വറവ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് നന്നായി പൊടിച്ചെടുക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുമ്പോഴേ ഇതിന് അത്യാവശ്യത്തിനുള്ള എരിവ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 8 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വെന്തിട്ടില്ലെങ്കിൽ മാത്രം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. അതൊന്ന് കുക്കായി വരുന്ന സമയത്തേക്ക് ഞാനിതിന് വേണ്ട ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളിയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായി മുറിച്ച് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറവ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാവട്ടെ, നമ്മളിത് കുറച്ച് കറിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ നല്ല ഒന്ന് കളറ് മാറ്റി ഒരു ഗോൾഡൻ കളറിലാക്കി മാറ്റിയെടുക്കുക.
ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് കാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കുന്ന മുന്നേ തന്നെ ഇതിൻ്റെ അകത്തുള്ള നെയ്യൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ഭാഗം ഞാനതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അത് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കുഴിയുള്ളൊരു തവി വെച്ച് കൊടുത്താൽ മതി. അപ്പം തിളയ്ക്കുന്ന സമയത്ത് തന്നെ അത് വെച്ച് കൊടുത്താൽ ആ നെയ്യൊക്കെ അതിലേക്ക് വരും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ മുക്കി മാറ്റാം. അതല്ലെങ്കിൽ ഇതിൻ്റെ മേലേക്ക് വെള്ളം മാറ്റി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ നെയ്യൊക്കെ മേൽഭാഗത്ത് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ അത് മാറ്റിയ ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ മട്ടൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സൂപ്പും ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിവിടെ അധികം ആളുകളുടെയും ഫേവറേറ്റ് സൂപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറാനി കുബൂസും അതുപോലെ കുറച്ച് ഇലകളും കുറച്ച് ഉള്ളിയും ലെമണൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലെമണും കൂടെ ഒഴിക്കുമ്പോഴാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.